അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ ഞെട്ടൽ മാറാതെ രാജ്യം. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം പുരോഗമിക്കുകയാണ്. മോദി ദുരന്തഭൂമിയും അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും സന്ദർശിച്ചു. പ്രധാനമന്ത്രി മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിമാനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 265ആയി. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. പരിക്കേറ്റ 40 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. വിവരങ്ങളുമായി ശരത് ലാലാണ് നമുക്കൊപ്പം ചേരുന്നത്. ശരത് ലാൽ, രാജ്യം ഏറെ ദുഃഖത്തിലായിരുന്ന ആ ദിവസം, ആ അപകടം നടന്നതിന്റെ അടുത്ത ദിവസം, ഇന്നാണ് ശരിക്കും ആ ദുഃഖത്തിന്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്നുള്ള കാര്യം കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നു, അതുപോലെ തന്നെ എത്ര മരണമുണ്ടെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാനായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനമൊക്കെ ഏതു രീതിയിലാണ് അവിടെ പുരോഗമിക്കുന്നത്? അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? വളരെ പ്രധാനപ്പെട്ടൊരു വിവരം നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. കാരണം ഇന്ന് എയർലൈൻസ് ഒരു പ്രസ്താവനയുമായിട്ട് എയർ ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നു. ബ്ലാക്ക് ബോക്സ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതായത് ഇന്നലെ തകർന്നു വീണ അഹമ്മദാബാദ് ലണ്ടൻ വിമാനത്തിന്റെ, ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന എയർലൈൻസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതാണ് ഇപ്പോൾ എയർ ഇന്ത്യ നിഷേധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ്. ബ്ലാക്ക് ബോക്സിനുള്ള ഒരു തിരച്ചിൽ ഇപ്പോൾ ഊർജിതപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതുപോലെ തന്നെ ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ വിശകലന യോഗം അല്പസമയം മുമ്പ് അവസാനിച്ചു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. യോഗത്തിൽ കേന്ദ്ര സിവിൽ മന്ത്രി, അതേപോലെ തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നിവർ പങ്കെടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച അല്പസമയത്തിന് ശേഷം ഇത് സംബന്ധിച്ച പത്രക്കുറിപ്പ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം, സിവിൽ ഏവിയേഷൻ മന്ത്രി തന്നെ നേരിട്ട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത്. ഇത് എയർ ഇന്ത്യ തന്നെയാണ് ഇത് സംബന്ധിച്ച വ്യക്തത വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താതെ എങ്ങനെ ഈ ദുരന്തം സംഭവിച്ചു, എന്താണ് കാരണമെന്നൊക്കെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഊർജിതമായ തെരച്ചിലാണ് ബ്ലാക്ക് ബോക്സിന് വേണ്ടിയിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ കാണാതായപ്പോൾ ഹോസ്റ്റലിന് തൊട്ട് മുമ്പിൽ ചായക്കടയിൽ വിശ്രമിച്ചിരുന്ന ഒരു കുട്ടി, ആകാശ് എന്ന കുട്ടിയെ കാണാതായിട്ടുണ്ട്. അവരുടെ അമ്മ, അതായത് തന്റെ മകന്റെ കുട്ടീനെ കാണാനില്ല. അവിടെ ഉച്ചക്ക് വിശ്രമിക്കുകയായിരുന്നു ആകാശ് അവന് അപകടം പറ്റി എന്ന ഒരു പരാതിയും അല്ലെങ്കിൽ വിങ്ങിപ്പൊട്ടലുമായിട്ട് അമ്മ പരാതി പറയുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ 2 കുട്ടികൾ അങ്ങനെയാണെങ്കിൽ 15 വയസ്സുകാരനായ പട്ടോടി, അതേപോലെ ആകാശ്, 2 കുട്ടികളെ ഇപ്പോൾ കാണാനില്ല എന്ന ഒരു പരാതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവരുടെ DNA ടെസ്റ്റ് അടക്കം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഏതായാലും ഒരു കുട്ടിയെ കാണുന്നില്ല, അവർ DNA ടെസ്റ്റ് എടുത്തു. 2ാമത്തെ കുട്ടിയും കൂടി ഇപ്പോൾ കാണുന്നില്ല എന്ന വിവരമാണ് നമുക്ക് പുറത്തു വരുന്നത്. ഇവർ നമ്മളോട് ബിബി ബഹൻ എന്ന ഈ അമ്മൂമ്മ തന്നെ, അവർ തന്നെയാണ് നമ്മളോട് ഇക്കാര്യം പറയുകയും അവർ തന്നെ. ശരി ശരത് ലാൽ, എന്തായാലും ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയില്ല എന്നുള്ളത് ഏറ്റവും പുതിയ വിവരമാണ്. അത്തരത്തിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി എന്നാണ് നേരത്തെ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. എന്നാൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്തിയാൽ മാത്രമേ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ള കാര്യം അടക്കം അതിൽ വ്യക്തത വരികയുള്ളൂ.